ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുകളൊന്നും അന്വേഷിക്കേണ്ട രീതിയിലല്ല അന്വേഷിക്കുന്നത് എന്നുള്ളത് വളരെ വസ്തുതാപരമാണ്. പ്രധാനമായിട്ട് 3 ജഡ്ജ്മെന്റുകൾ ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതിയുടെ. ഒന്ന് TDB നമ്പർ 5/1998. അത് 26 ജൂൺ 1998 ജസ്റ്റിസ് AR ലക്ഷ്മണനും അതുപോലെ തന്നെ ജസ്റ്റിസ് ശ്രീദേവി മാഡവും തീരുമാനിച്ച ഒരു വിധിയായിരുന്നു. ആ വിധിയുടെ ലാസ്റ്റ് പേജില് പാരഗ്രാഫ് 15 പറയുന്നുണ്ട്, അത് സ്വാമി ഭൂവാനന്ദ കൊടുത്ത കേസാണ്. അദ്ദേഹം ഈ ഗോൾഡ് പ്ലേറ്റിങ്ങിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലത് ശബരിമലയുടെ സാങ്ക്ടിറ്റി ഒക്കെ വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രയർ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് പേജിൽ പറയുന്നുണ്ട്, once the gold covering is completed, it is the duty of the authorities concerned to provide necessary security, and in that even spending of monies for security arrangement is inevitable. ഈ കോടതി വിധി പ്രകാരം 1998 തന്നെ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇതിനാവശ്യമുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്യുകയും കാലാകാലങ്ങളിൽ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുമായിരുന്നെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2005-2006 സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുമായിരുന്നെങ്കിൽ ഈ OTക്കോ ആർക്കും അവിടെ കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇതിനെല്ലാം അഡിക്വേറ്റ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് 98 കോടതി വിധി അനുസരിച്ചില്ല എന്നും അതൊരു കോടതി അലക്ഷ്യമാണ്. രണ്ടാമതായിട്ട് അടുത്തൊരു വിധി വന്നു. അത് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെയും അനു ശിവരാമൻ മാഡത്തിന്റെയും വിധിയാണ്. ആ വിധി വന്നത് 27 ജനുവരി 2016 അതിനകത്ത് DGPക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ലാസ്റ്റ് സെന്റൻസ് ആണ്, ദ ലേണഡ് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ വിൽ എൻഷുർ ദാറ്റ് കോപ്പി ഓഫ് ദിസ് ഓർഡർ റിലേറ്റിംഗ് ടു ഓഡിറ്റ് ഒബ്ജെക്ഷൻസ് ഇൻ പാരഗ്രാഫ് 313(8) ഗെയിൻസ് ദി അറ്റൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് പോലീസ് ചീഫ്. അതിന്റെ പേരിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒരു പെർഫോമ ഒക്കെ അയച്ചിരുന്നു. പക്ഷെ അത് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും സംബന്ധിച്ച് അമ്പലത്തിലെ മോഷണമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരുന്നു, ഈ ചെറിയ മോഷണവും കാര്യങ്ങൾക്കെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അപ്പൊ ദേവസ്വത്തിന്റെ മേളിൽ വന്ന് ആളുകൾ ചിരിക്കുന്നത് മാത്രം പോരാ, അവിടുത്തെ കാര്യങ്ങളും ഈ പറയുന്നത് എല്ലാം ശ്രദ്ധിക്കണം. കാരണം ഒരു ഡിവോട്ടി ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തില് എന്തേലും അവിടെ കാണിക്ക വെച്ചോ അതിൽ ഓഫർ ചെയ്തോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് രാജ്യത്തിന്റെ സ്വത്താണ്. അത് സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അപ്പൊ ഈ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെ അനു ശിവരാമൻ മാഡത്തിന്റെയും വിധി പ്രോപ്പറായിട്ട് പാലിക്കില്ല. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിരുന്നു. അത് ഒരു ഡോക്ടർ S ഗണപതി കൊടുത്ത പരാതിയാണ്. അപ്പൊ അതിനകത്ത് ഋഷികേശൻ റോയ് അദ്ദേഹത്തെ അന്നത്തെ ചീഫ് ജസ്റ്റിസും പിന്നീട് സുപ്രീം കോടതി ജഡ്ജൊക്കെ ആയി വന്ന അദ്ദേഹവും കൂടെ AK ജയശങ്കർ നമ്പ്യാർ ജഡ്ജ് അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനകത്താണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം. അതിന്റെ പ്രയറിൽ 3 പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത്. ദാറ്റ് ദ റോയൽ ഫാമിലി ഓഫ് പന്തളം ഡസ് നോട്ട് ഹാവ് എനി റൈറ്റ് ഓവർ ദ ശബരിമല ടെമ്പിൾ. നമ്മളെ കാലാകാലങ്ങളെല്ലാം വിചാരിച്ചേക്കുന്നത് ഇതിന്റെ അയ്യപ്പന്റെ പ്രതിത്വം ശബരിമല അയ്യപ്പന്റെ പ്രതിത്വം പന്തളം രാജാവിനാണെന്ന് അതിൽ കൊട്ടാരത്തിനാണെന്ന്. അത് എടുത്തു കളയണം എന്നാണ് ഇതിനകത്ത് ഒരു പ്രയർ. അടുത്തത് that the Thalaman family does not have any tantric rights over ശബരിമല. അതും ആചാരങ്ങളുടെ ഭാഗമായി താഴമൺ കുടുംബത്തിനുള്ളതായിരുന്നു. മൂന്നാമത്തെ പ്രയർ that the post of chief priest in ശബരിമല as well as മാളികപ്പുറം temples are open to all qualified persons belonging to Hindu religion. അപ്പം താഴമൺ തന്ത്രി ആ അവകാശം എടുത്തു കളഞ്ഞിട്ട് അവിടെ ഏത് പ്രീസ്റ്റിനെയും അവിടെ നിയമിക്കാമെന്നാണ്, റിലീജിയൻ വ്യത്യാസമില്ലാതെ ചെയ്യണമെന്നാണ് അതിനകത്ത് മൂന്നാമത്തെ പ്രയർ. നാലാമത്തെ എന്ന് പറയുന്നത് ടു ഇഷ്യൂ എ റിട്ട് ഓഫ് മാൻഡമസ് ഡയറക്ടിംഗ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ടു ടേക്ക് ഓവർ ഓർണമെന്റ്സ് ഓഫ് ലോർഡ് അയ്യപ്പ ഫ്രം ദ റോയൽ ഫാമിലി ഓഫ് പന്തളം. നമുക്കറിയാം ഇപ്രാവശ്യത്തെ ശബരിമല വിളക്കുമെല്ലാം കഴിഞ്ഞ് തിരുവാഭരണം എല്ലാം കൊണ്ട് പന്തളം കൊട്ടാരത്തിൽ വെച്ചു.
ഇത് എടുത്തു മാറ്റണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും സംശയിക്കേണ്ടത് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വ്യാജ ചെമ്പോല വരുന്നു. മോൻസൺ മാവുങ്കലിന്റെ മ്യൂസിയത്തിൽ നിന്ന് ഒരു വ്യാജ ചെമ്പോല വന്നു. ആ വ്യാജ ചെമ്പോലയ്ക്കകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന് പുറകില് ഒരു ദുരുദ്ദേശം ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഇങ്ങനൊരു പ്രയർ വെച്ചൊരു സാധനം വരികയും ഒരു വ്യാജ ചെമ്പോല ശബരിമല ചേർത്ത് വരികയും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധിച്ചിട്ട് അത് കളവാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും ഇതുവരെ അതിനകത്ത് കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തത്, ഇത് ശരിയാണ്, വ്യാജമല്ല ചെമ്പോല മോൻസന്റെ അവിടെ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് രാഘവ വാര്യർ സാറ്, പ്രൊഫസർ രാഘവ വാര്യർ തൃപ്പൂണിത്തുറ പാലസിലുള്ള അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഞാനും ആ ചർച്ചയിലുണ്ടായിരുന്നു. പല ചാനലിലും ചർച്ചയിൽ, പ്രധാനപ്പെട്ട ചാനലിലെല്ലാം ഞാൻ വന്നിരുന്നു. അപ്പൊ അന്ന് ഗുപ്തൻ നായർ സാറിന്റെ മകന് ശ്രീ ശശിഭൂഷൺ പറഞ്ഞു അത് വ്യാജമാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓതന്റിക് ബോഡിയായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നിരവധി ചോദ്യങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിലൊന്നും ഒരു അന്വേഷണം എത്തിയിട്ടുമില്ല, ഇതിലൊന്നും ഒരു ഉത്തരം ലഭിച്ചിട്ടുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.